ന്യൂയോർക്ക് ടൈംസ് ഇവിടുത്തെ മാപ്രകളെ പോലെ തന്നെയാണ്. ഒരുപാട് വൃത്തികേടുകൾ അടിച്ചുവിടുന്നതാണ്. അവരാണ് ആ സീക്വൻസ് ഒക്കെ തെറ്റിച്ച് JD വാൻസ് മോദിയെ വിളിച്ച കാര്യമൊക്കെ സീക്വൻസ് തെറ്റിച്ചിട്ടാണ്. ഒരു ദിവസം മാറി ഒക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഈ വ്യോമതാവളങ്ങൾ ആക്രമിക്കുന്നതിന്റെ തലേന്നാണ് വാൻസ് വിളിക്കുന്നത്. പക്ഷെ ഇവരച്ചടിച്ചിരുന്നത് തിരിച്ചായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് അറ്റാക്കിന് ശേഷം വിളിച്ചു. വെടിനിർത്തലിന് എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ച് JD വാൻസ് വിളിക്കുന്നു. അപ്പോൾ ഡീപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഫാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മോദി സംസാരിക്കുന്നത്. ഞങ്ങളെ ആക്രമിക്കും എന്ന് തന്നെയാണ്. വാൻസിനോട് മോദി പറഞ്ഞത് ന്യൂയോർക്ക് ടൈംസിൽ ഉണ്ടായിരുന്നില്ല. വെടിനിർത്താം എന്നൊന്നുമല്ല മോദി പറഞ്ഞത്. നമ്മൾ പാകിസ്ഥാൻ ഇങ്ങനെ കാണിച്ചാൽ കുറേയും കൂടി ആഴത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വരും എന്നുള്ളതായിരുന്നു ആ വാചകം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.